നമസ്കാരം. വ്യാഴമാറ്റം പുണർതം നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം മൂലം ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. വ്യാഴം 12 വർഷത്തിൽ ഒരിക്കലാണ് തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകൻ രാശിയിലേക്ക് എത്തിച്ചേരുന്നത്. കർക്കിടകൻ രാശി, അത് ഉച്ചരാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ എല്ലാ നക്ഷത്രക്കാർക്കും രാജയോഗം വന്നു ചേരുകയും ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്യും. പക്ഷേ ചില നക്ഷത്രക്കാർക്ക് ദോഷങ്ങളുണ്ടാകുന്നു. മാത്രമല്ല, ഈ പുണർതം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് എല്ലാവർക്കും ഈ ദോഷം വരുന്നില്ല. എന്നാൽ എല്ലാവർക്കും ഇതുപോലുള്ള നേട്ടങ്ങളും ലഭിക്കുവാനും സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നേട്ടങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നില്ല, കുറച്ച് ആൾക്കാർക്ക് ലഭിക്കുന്നു. ദോഷങ്ങൾ അതുപോലെ കുറച്ച് ആൾക്കാർക്ക് ലഭിക്കുന്നു. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? പലരും പറയുന്നുണ്ട് ഈ പറയുന്നതിലൊന്നും കിട്ടുന്നില്ല, വെറുതെ പറയുന്നതാണെന്നൊക്കെ. ചിലർ പറയുന്നുണ്ട് ഇതെല്ലാം അനുഭവത്തിൽ വരുന്നുണ്ടെന്ന്. കാരണം കൂടുതലും ആൾക്കാർ പറയുന്നത് നെഗറ്റീവായ അനുഭവങ്ങളാണ് ജീവിതത്തിൽ കൂടുതലായി കടന്നു വരുന്നത്. കാരണം നല്ല ഫലങ്ങൾ, അതായത് ഗുണപരമായ ഫലങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നു. ദോഷങ്ങൾ വരുമ്പോൾ കൂടുതലും അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ജാതകത്തിൻ്റെ ഇപ്പോഴത്തെ ദശാപഹാരവും വ്യാഴത്തിൻ്റെ സ്ഥിതിയും വ്യാഴത്തിൻ്റെ സ്ഥാനവും എല്ലാം അടിസ്ഥാനമാക്കി ജീവിതത്തിൽ ഗുണവും ദോഷവും മാറി മാറി വരികയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജാതകമൊന്ന് പരിശോധിക്കുക. ജാതകം പരിശോധിച്ചിട്ട് ഇപ്പോഴത്തെ ദശാപഹാരം, വ്യാഴത്തിൻ്റെ സ്ഥാനം ഇതെല്ലാം മനസ്സിലാക്കി അതിൻ്റെ പരിഹാരം കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ പറയുന്ന ഗുണഫലങ്ങളായിരിക്കും കൂടുതലും ജീവിതത്തിൽ കടന്നു വരുന്നത്. ഇല്ലെങ്കിൽ ദോഷഫലങ്ങളായിരിക്കും ജീവിതത്തിൽ വരുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ജാതകം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. കൂടാതെ നിങ്ങളുടെ പേരും നക്ഷത്രവും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് രേഖപ്പെടുത്തുക. കാരണം നിങ്ങൾക്ക് വേണ്ടി മാത്രം ക്ഷേത്രത്തിൽ എല്ലാ മാസവും ഒരു സർവ്വകാര്യസിദ്ധി പൂജ നടത്തുകയാണ്. എന്തെങ്കിലും ഒരു ചെറിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചാൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം. നിങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പൂജയാണ്. കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ഒന്ന് രേഖപ്പെടുത്തുക. മാസം തോറും നിങ്ങളുടെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുണർതം നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളിൻ്റെ സഹായത്തോടു കൂടി സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാൻ സാധിക്കും. പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിത പങ്കാളിയെ കൂടെ നിർത്തി നിങ്ങൾ ബിസിനസ്സിലോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ അവരുടെ വാക്ക് കേട്ടുകൊണ്ട് നിങ്ങൾ ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തെ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുന്നൊരു സമയം. നിങ്ങളുടെ ഇണയുടെ സഹായത്താൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന സമയം. ജോലിയിൽ നിങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ച, സ്ഥിരമായിട്ട് ജോലി ലഭിക്കുന്നു, ജോലിയിൽ പ്രൊമോഷൻ അല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ചയുണ്ടാകുന്നു. പ്രൈവറ്റ് മേഖലയിലാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നു. ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന മനോഹരമായ ഒരു സമയമെന്ന് തന്നെ പറയുവാൻ സാധിക്കും. രോഗ അവസ്ഥയിൽ നിന്നും ഒരു മാറ്റം, ഒരു ആശ്വാസം, നേട്ടം ഇതെല്ലാം വന്നു ചേരുന്നു. ശത്രുക്കൾ മിത്രങ്ങളായി മാറുന്ന സമയം. കടങ്ങൾ തീർക്കുവാൻ സാധിക്കുന്നു. കടബാധ്യത കുറഞ്ഞു വരുന്നു. മതപരമായ കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകുന്നു. എന്ത് കാര്യത്തിനിറങ്ങിയാലും ഈശ്വര ചിന്തയോടുകൂടി, ഈശ്വര വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുകയും അതിൽ ഗുണങ്ങളുണ്ടാകുകയും ചെയ്യുന്നു. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കുന്നു. ഒരു അംഗീകാരങ്ങളും ജനങ്ങളുടെ പിന്തുണയും എല്ലാം ലഭിക്കുന്ന ഒരു മാസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ജോലിയിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പലർക്കും ജോലിയിൽ നിങ്ങൾ മുഖാന്തരം ജോലി ലഭിക്കുന്നൊരവസ്ഥയൊക്കെ കാണുന്നുണ്ട്. നിങ്ങളുടെ പരിശ്രമം, നിങ്ങളുടെ അനുഭവം, നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുന്ന ഓരോ പ്രവൃത്തി ഇതെല്ലാം മൂലം നിങ്ങളുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ജൂൺ മാസം മുതൽ ഒരു 6-7 മാസമാണ് ഈ വ്യാഴത്തിൻ്റെ മാറ്റമുള്ളത്. ഈ സമയത്തെല്ലാം നമുക്ക് ഐശ്വര്യമായി ജീവിക്കാൻ സാധിക്കുന്നു. നമ്മൾ ഈ ഐശ്വര്യവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജാതകദോഷമാണ്. കൃത്യമായി ജാതകം പരിശോധിക്കുക. ഇവിടെ ദോഷഫലങ്ങളായി വരാൻ നിങ്ങൾക്ക് കൂടുതലായി കാണുന്നത് വിവാഹ തടസ്സങ്ങൾ. അപ്പോൾ വിവാഹമെല്ലാം നിശ്ചയിച്ചു, ഇപ്പോൾ ഉടൻ വിവാഹമുണ്ടെന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുന്ന സമയമായിരിക്കും. എന്നാൽ അത് മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഏജ് ഇങ്ങനെ കൂടുതലായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, വർഷങ്ങൾ കഴിയുന്നു. അപ്പോൾ ഓരോരുത്തരിങ്ങനെ പറയാറുണ്ട് 5 വർഷം കൊണ്ട് നോക്കുന്നു, 10 വർഷം കൊണ്ട് നോക്കുന്നു, 15 വർഷം കൊണ്ട് നോക്കുന്നു, ആരെയും കിട്ടുന്നില്ല, ഒന്നും ശരിയാകുന്നില്ല എന്നൊക്കെ ഒരുപാട് അമ്മമാർ വന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നത് നമ്മൾ കേൾക്കാറുള്ളതാണ്. അപ്പോൾ അതുപോലെ വിവാഹ തടസ്സങ്ങൾ ഈ സമയത്ത് നിങ്ങളെ തേടി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അവയൊന്ന് സൂക്ഷിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. നിങ്ങൾ
നിങ്ങൾക്ക് കൃത്യമായി ജാതകം പരിശോധിച്ച് അതിൻ്റെ സമയം അനുസരിച്ച് മുന്നോട്ട് പോവുക. ദാമ്പത്തിക ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നു, പ്രണയങ്ങൾ പരാജയം സംഭവിക്കുന്നു. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് പിരിയേണ്ട ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ആരോഗ്യപരമായ ബുദ്ധിമുട്ട്, അതിനോടൊപ്പം തന്നെ ഈ പ്രണയപരാജയവും കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളും, വിവാഹം നടക്കുന്നില്ല, ഇതിൻ്റെ പേരിലുള്ള ലഹരി വസ്തുക്കളോടുള്ള ആസക്തി, മദ്യപാനമൊക്കെ കൂടുതലായി വരുന്നു. അതിൻ്റെ പേരിൽ നമുക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു, ആരോഗ്യ പ്രശ്നമുണ്ടാകുന്നു, ജോലിയിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു, ബിസിനസ്സിൽ പരാജയങ്ങൾ വരുന്നു, കാര്യതടസ്സം ഉണ്ടാകുന്നു, വിദേശം ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് നടക്കാതെ വരുന്നു, അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ താല്പര്യമില്ലാതെ വരുന്നു, ഇങ്ങനത്തെ അവസ്ഥ. അപ്പോൾ പ്രണയപരാജയം വിദ്യാർത്ഥികളെ അവർക്ക് വിദ്യാഭ്യാസപരമായ പരാജയത്തിൽ കൊണ്ടുവന്ന് നിർത്താൻ അല്ലെങ്കിൽ അങ്ങനെ ആക്കാൻ സാധ്യതയുണ്ടാകുന്നു. എല്ലാവരോടും ദേഷ്യത്തോടു കൂടി പെരുമാറുന്നു, എടുത്തുചാടി മറുപടി പറയുന്നു, നിസ്സാര കാര്യങ്ങൾക്ക് മുൻകോപം കാണിക്കുന്നു, വീട്, വസ്തു ഇതെല്ലാം വിൽക്കുവാനോ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ വീട് വിട്ട് മാറി താമസിക്കുവാനുള്ള സാധ്യതയെല്ലാം കൂടുതലായി വരുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഒരുപാട് നെഗറ്റീവായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരികയാണ്. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഒരു നല്ലത് വരികയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ഒരു ദോഷവും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദോഷങ്ങളെ നമുക്ക് മാറ്റാൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മൾ തന്നെ ഇതിനുവേണ്ടി പ്രയത്നിക്കുക, കൃത്യമായി ജാതകം പരിശോധിച്ച് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുകയും വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രദർശനം നടത്തുകയും പുഷ്പാഞ്ജലിയും വഴിപാടുകളെല്ലാം നടത്തി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രമില്ലെങ്കിൽ ഭഗവാന്റെ അവതാരമുള്ള ഏതെങ്കിലും ഒരു മൂർത്തിയുടെ അമ്പലത്തിൽ പ്രാർത്ഥിച്ച് പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരുന്നു.